എല്ലാ ദിവസവും പത്രത്തിൽ നമ്മൾ എത്ര ആക്സിഡൻറ്റുകൾ നടക്കുന്നതായിട്ടാണ് വായിക്കുന്നത്. ഈ ആക്സിഡൻറ്റിൽ പെടുന്ന ഓരോ രോഗിയും ആശുപത്രിയിലെത്തുമ്പോൾ എത്രയേറെ യൂണിറ്റ് രക്തവുമാണ് സ്വീകരിക്കേണ്ടി വരുന്നത്. ഇതിനേക്കാൾ ഉപരി പല ആശുപത്രികളിലും പല കോംപ്ലിക്കേറ്റഡ് സർജറീസും നടക്കുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻസ്, മറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ, ക്യാൻസർ ചികിത്സ, പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവം, ഇതിനെല്ലാം തന്നെ ഒരുപാട് യൂണിറ്റ് രക്തം ആവശ്യം വരുന്നുണ്ട്. പലപ്പോഴും രക്തം കൊടുക്കുന്നതിൽ കൂടെ മാത്രമാണ് രോഗിയെ രക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ രക്തത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലെല്ലാം എത്തിക്കാനാണ് ലോക രക്തദാന ദിനം ജൂൺ 14 ആഘോഷിക്കുന്നത്. അതെ, ഇന്ന് ലോക രക്തദാന ദിനം. ഇത്തവണത്തെ രക്തദാന ദിനത്തിലെ സന്ദേശം: രക്തം നൽകൂ, പ്രതീക്ഷ നൽകൂ, നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കാം. എമർജൻസി ഘട്ടങ്ങളിൽ രക്തം സുരക്ഷിതമായി രക്തബാങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് രോഗികൾക്കെല്ലാം പ്രയോജനപ്പെടുകയുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം രക്തദാനം ചെയ്യാം എന്ന് വിചാരിക്കുന്നതിന് പകരം സ്ഥിരമായി രക്തദാനം ചെയ്യാം എന്ന് വിചാരിച്ചാൽ എല്ലാ രക്തബാങ്കിലും സുരക്ഷിതമായ രക്തം ഉണ്ടാകും. പലരും രക്തദാനം ചെയ്യാൻ മടിക്കുന്നത് തങ്ങൾക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയം കൊണ്ടാണ്. ചിലർക്ക് തങ്ങളുടെ ഗ്രൂപ്പ് വളരെ കോമൺ ആണ്, O പോസിറ്റീവോ B പോസിറ്റീവോ ആണ്, ഇതിൻ്റെ ആവശ്യക്കാരുണ്ടോ? പക്ഷേ ഇങ്ങനെയൊന്നില്ല. ഏത് ഗ്രൂപ്പിലുള്ള രക്തവും ഏത് രക്തബാങ്കിലും ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ രക്തദാനത്തിനായി മുന്നോട്ട് വരണം. ഇനി ആർക്കെല്ലാം രക്തദാനം ചെയ്യാം? 18-നും 60-നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള ഏതൊരു പുരുഷനും സ്ത്രീക്കും രക്തദാനം ചെയ്യാം. സ്ത്രീകൾക്ക് 4 മാസം കൂടുമ്പോഴും പുരുഷന്മാർക്ക് 3 മാസം കൂടുമ്പോഴും രക്തദാനം ചെയ്യാം. രക്തദാനത്തിന് മുന്നോടിയായി ചില പ്രാഥമിക ടെസ്റ്റുകൾ ചെയ്ത് ഫിറ്റ്നസ് ഉറപ്പാക്കിയതിന് ശേഷമാണ് രക്തദാനം ചെയ്യുന്നത്. ചില ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ടെങ്കിലോ രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഹൃദ്രോഗം, ക്യാൻസർ, ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന രോഗങ്ങളുള്ളവരും രക്തദാനം ചെയ്യാൻ പാടില്ല. ഓരോ യൂണിറ്റ് രക്തവും 3 ഘടകങ്ങളായി വേർതിരിക്കുന്നു: RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണ്. അതുകൊണ്ട് ഒരു യൂണിറ്റ് രക്തത്തിൽ നിന്നും നിങ്ങൾക്ക് 3 രോഗികളെ രക്ഷിക്കാം. ഒരു ജീവൻ രക്ഷിക്കാൻ ഏറ്റവും എളുപ്പവും സുരക്ഷിതവുമായ മാർഗമാണ് രക്തദാനം. നിങ്ങളെല്ലാവരും അതൊരു ശീലമാക്കൂ.